സോ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുമാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് പീരീഡിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒറ്റ കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ, ഡിറക്ഷൻ ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ സ്പീഡ്. സ്പീഡിലൊന്നും അല്ല കേട്ടോ കാര്യം, നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. റൈറ്റ് ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നതിലാണ് എല്ലാ ക്രെഡിറ്റും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരാൾ വളരെ സ്പീഡിൽ റോങ് ഡിറക്ഷനിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ ഗോളിലേക്ക് ഒരിക്കലും എത്താൻ പോകുന്നില്ല. പക്ഷെ റൈറ്റ് ഡയറക്ഷനിൽ നമ്മൾ സ്ലോ ആണെങ്കിൽ വളരെ ശ്രദ്ധയോടെ മൂവ് ചെയ്താൽ എന്താണ്, നമുക്ക് എത്തേണ്ടടുത്ത് നമ്മൾ കൃത്യസമയത്ത് തന്നെ എത്തിയിരിക്കും. സോ ബിസിനസ് സ്റ്റഡീസിൽ എങ്ങനെയാണ് റൈറ്റ് ഡയറക്ഷൻ ചൂസ് ചെയ്യുക? ഒന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു പ്ലാൻ വേണം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിന് മോർ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. അത് വിചാരിച്ച് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒഴിവാക്കുക എന്നല്ല, നമുക്ക് ഫുൾ മാർക്കാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കുറച്ച് ലാസ്റ്റിലേക്ക് പഠിക്കാം. കൂടുതലായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവ രീതിയാണ്, ആദ്യം പഠിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് കിഡിലനായിട്ട് പഠിക്കും അല്ലേ, എന്നിട്ട് അവസാനത്തേക്ക് വരുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ കുറച്ചൊക്കെ മടിയൊക്കെ വരും. അപ്പോൾ ഇത് മാറ്റാനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ പഠിക്കാൻ നോക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റൈറ്റ് ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ചാപ്റ്റർ വെയിറ്റേജ്, അതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു പ്ലാൻ വരുത്താൻ പറ്റുക. ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു തുടങ്ങാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഫസ്റ്റ് 2-3 ചാപ്റ്റേഴ്സ് എന്തായാലും പഠിച്ചിരിക്കും. കാരണം പ്ലസ് ടുവിലൊക്കെ കയറിയതല്ല, അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കുന്നത് ഒരു 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും. ഇനി പഠിക്കാത്തവർ ടെൻഷൻ ആവേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. സോ നാച്ചർ ആൻഡ് പർപ്പസ് ഓഫ് മാനേജ്മെന്റ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് 6 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ സിമ്പിൾ ചാപ്റ്റർ ആണ് ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് 7 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 2 മാർക്ക്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത വളരെ വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിടിലനായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത് ബിസിനസ് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു നിരയാണ് അല്ലേ, നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഇത് പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ്. അപ്പോൾ ഇതിനൊക്കെ വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ പ്ലാനിങ്ങിൽ 6 മാർക്ക് വരെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഓർഗനൈസിങ് നോക്കുകയാണെങ്കിൽ 7 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഓരോ പോയിന്റ്സും കൃത്യമായിട്ട് പോയിന്റ്സ് തന്നെ മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ ആണ്, 9 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ചിലപ്പോൾ ഒരു എസ്സേയും ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒക്കെ ആയിരിക്കും സ്റ്റാഫിംഗ് ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാഫിംഗ് പഠിക്കാൻ നോക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ഇത് ഡയറക്ടിംഗ് എന്ന് പറയുന്നത്. ദാ ഇവിടെ നോക്കിയേ, എത്രയാണ് വെയിറ്റേജ്, 11 മാർക്ക് വരെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഡയറക്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യന് ഡിഫറൻസസ് ഒക്കെ ചോദിച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ചോദിച്ചിട്ട് ക്വസ്റ്റ്യന് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇങ്ങനെ ടേബിളൊക്കെ വരച്ചിട്ട് 2 കാര്യങ്ങളുടെ ഡിഫറൻസ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെതായിട്ട് ഫസ്റ്റ് ഡിഫറൻസ് എന്തിനാണോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്ത് പോയിന്റ്സ് ആയിട്ട് എഴുതാം, സെക്കൻഡ് ഡിഫറൻസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പോയിന്റ്സ് ആയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു ചാപ്റ്റർ ഏതാണ്, കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്കാണ്. ഇനി നമുക്ക് അടുത്തതുള്ളത് ഏതാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് അല്ലേ. അപ്പോൾ എല്ലാവരും ടഫായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തലയിൽ നിൽക്കില്ല എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മളെ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സെറ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ തന്നെ ഇരുന്നിട്ട് കുത്തി വായിക്കണം എന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സസ് കൂടെ ശ്രദ്ധിച്ചാൽ അത് നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ കൂടിയാണ് ഇത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഏറ്റവും കൂടുതൽ ഹൈ വെയിറ്റേജ് ബിസിനസ്സിൽ നിങ്ങൾക്കുള്ളത്, പ്ലസ് ടു ബിസിനസ്സിലുള്ളതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 12 മാർക്ക് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കടൽ പോലെ ഉണ്ട് ചാപ്റ്റർ, പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതാ ലൈവിലൊക്കെ നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ലൈവ് ക്ലാസ്സസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ചാപ്റ്റർ പഠിക്കാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. 4 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സിനെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് കാണുന്നത്. ആ റൈറ്റ്സ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ കൺസ്യൂമേഴ്സ് ആണല്ലോ, അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചാപ്റ്ററാണ് നമ്മുടെ 11th ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പഠിച്ചാൽ, ഇത്രയും നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഇതിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട, മെയിൻ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഡയറക്ടിംഗ്, അതേപോലെ
സ്റ്റാഫിങ്, ഇതൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം തൊട്ട് പഠിക്കാൻ തുടങ്ങുക. എന്നിട്ട് ലാസ്റ്റ് ചെറിയ ചെറിയ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും ബിസിനസ് എൻവയൺമെന്റും ഒക്കെ ലാസ്റ്റിലേക്ക് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് റൈറ്റ് ഡയറക്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ച ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടിപൊളി മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മാർക്കിംഗ് സ്കീം വരുന്നത്? മാർക്കിംഗ് വരുന്നത് എന്ന് വെച്ചാൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ നമുക്ക് 2 മാർക്കിൻ്റെത്, 3 മാർക്കിൻ്റെത്, 4, 5, 8 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ 1, 2, 3 മാർക്കിനൊന്നും കൂടുതൽ ടൈം എടുത്തിട്ട് വേസ്റ്റ് ചെയ്യരുത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം 1 പേജിൽ തന്നെ എഴുതാൻ നിൽക്കുക. കാരണം പല പേജിലായിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ടീച്ചേഴ്സ് അത് ശ്രദ്ധയിൽ പെടാതെ ഇരിക്കുകയും നിങ്ങളുടെ മാർക്ക് അവിടെ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വൃത്തി കാണിക്കാം. നമ്മൾ ആൻസർ പേപ്പർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നതും 1 പേജിൽ തന്നെ ഈ 1 മാർക്കിന്റെ ആൻസേഴ്സ് എഴുതാം. ഇനി നിങ്ങൾക്ക് അറിയില്ല, കുറച്ച് ലാസ്റ്റിലേക്ക് നോക്കിയിട്ട് ആലോചിച്ചിട്ടൊക്കെ എഴുതാനാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് വിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇത് ജസ്റ്റ് ഒരു ലൈൻ്റെ കേസ് അല്ലേ ഉള്ളൂ, അത് ലാസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ആൻസർ ചെയ്യുക. ഇനി ഫസ്റ്റ് എസ്സേസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എസ്സേ എഴുതിയിട്ട് പിന്നെ ലാസ്റ്റിലായിട്ട് MCQs എഴുതിയാലും മതി. ഓക്കെ, ഇനി 2, 3, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്താണോ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാത്രം ആൻസർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ച പോയിന്റ്സ് ആണല്ലോ, ഓൾറെഡി അറിയുന്ന ആൻസർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യവും അവിടെ എഴുതിയിട്ട് ഒരു കാര്യവും ഇല്ല. അതിന് എത്രയാണോ മാർക്ക് അലൗട്ട് ചെയ്ത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മാർക്കേ കിട്ടുള്ളൂ. അവിടെ നിങ്ങൾക്ക് സമയനഷ്ടമാണ് കിട്ടുന്നത്, അതേപോലെ മാർക്ക് കൂടുതൽ കിട്ടാനൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ പോയിന്റ്സും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും, ഓക്കെ, ഓരോ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുത്താൽ മാർക്ക് സെറ്റാണ്. അപ്പോൾ 5 മാർക്കിന് ഒരു 5-6 പോയിന്റ്സ് എഴുതുക, അതിന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഉള്ളിൽ വരുന്ന കോണ്ടന്റ് എന്താണെന്ന് കൃത്യമായിട്ട് എഴുതുക. ഇനി 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം, ഒരു ഇൻട്രോ കൊടുക്കുക, അതിനെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, എന്നിട്ട് ലാസ്റ്റ് അതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺക്ലൂഷൻ കൂടെ കൊടുത്താൽ 8 മാർക്ക് സെറ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ സമയം ലാഭിച്ചുകൊണ്ട് വേണം നമ്മൾ ബിസിനസ് സ്റ്റഡീസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. കാരണം ബിസിനസ് സ്റ്റഡീസ് പറഞ്ഞാൽ തിയറി പേപ്പറാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ടൈം വേണമല്ലേ കാര്യങ്ങളൊക്കെ എഴുതി റെഡി ആക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം മാനേജ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് സ്റ്റഡീസ് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഹോപ്പ് യു വിൽ ഡു ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.